ലോക ചരിത്രത്തിൽ ഏറ്റവും സമാധാനപരവും സന്തോഷപരവും അഭിവൃദ്ധികരവുമായ ഒരു ജീവിതമാണ് ഇന്ന് മനുഷ്യരാശി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ രംഗം, ഓരോ രംഗവും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടുത്തെ ശരാശരി പൗരൻ്റെ ജീവായുസ് എന്ന് പറയുന്നത് 34 വയസ്സായിരുന്നു. ഇന്നത് 71 വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. അതേമാതിരി ഭക്ഷണത്തിൻ്റെ ലഭ്യത, ഇന്ന് ഭക്ഷ്യോൽപാദനം സമൃദ്ധവും ആവശ്യത്തിലധികവുമാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ചില തകരാറുകളുണ്ട് എന്നത് വസ്തുതയാണ്. അതേമാതിരി തന്നെ ശാസ്ത്രമേഖല എടുത്താലും ഇന്ന് സ്പേസിലും ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ പോകാനുള്ള ശേഷി നമ്മൾ കൈവച്ചിരിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും കറങ്ങാതെ തന്നെ നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ നോക്കി സർവ്വ വിവരശേഖരണത്തിനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണങ്ങളുടെ ലഭ്യത, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിർമ്മിക്കുന്ന ഭക്ഷണവും വസ്ത്രവും മറ്റു സാമഗ്രികളും മണിക്കൂറുകൾക്കുള്ളിൽ മറുഭാഗത്തെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. ആരോഗ്യമേഖലയിലെ പുരോഗതി അതിഗംഭീരമാണ്. ആൻറ്റിബയോട്ടിക്സിൻ്റെ കണ്ടുപിടുത്തം മുതൽ കീഹോൾ സർജറി, എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, സ്പൈഗ്ലാസ് കൊളോഞ്ചോസ്കോപ്പി, അതേമാതിരി തന്നെ ആന്തരിക അവയവങ്ങളുടെ മാറ്റിവെക്കൽ, എല്ലാ മേഖലകളിലും നമ്മൾ പുരോഗതിയിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കുകയാണ്. ഡാറ്റകൾ പരിശോധിച്ചാൽ ഇതിനെല്ലാം വ്യക്തമായ കാരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ കോളനൈസേഷൻ്റെയും മഹായുദ്ധങ്ങളുടെയും ഒക്കെ കാലഘട്ടങ്ങളോട് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രങ്ങളുടെയും നാഷണൽ ബഡ്ജറ്റ് എടുത്താൽ ആ ബഡ്ജറ്റിൽ 50% അതിന് മുകളിലോ കോളനൈസേഷന് വേണ്ടിയിട്ടും മിലിറ്ററൈസേഷന് വേണ്ടിയിട്ടും മറ്റും ചെലവാക്കിയതായി കാണാൻ സാധിക്കും. എന്നാൽ അതിബുദ്ധിപൂർവമായിട്ടുള്ള രാഷ്ട്ര നേതാക്കളുടെ തീരുമാനങ്ങൾ വഴി പിന്നീട് ഒരു രാജ്യം എത്ര ശക്തമാണെങ്കിലും മറ്റു ശേഷി കുറഞ്ഞ ഒരു രാജ്യത്തെ ആക്രമിക്കാനോ കീഴടക്കാനോ പാടില്ല എന്നൊരു അലിഖിത നിയമവും ധാരണയും ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ വർഷങ്ങളിലെ നാഷണൽ ബഡ്ജറ്റ് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും, മിലിറ്ററൈസേഷനും മറ്റും വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് വിഹിതം 5% താഴെ മാത്രമാണ്. അതുകൊണ്ട് ധാരാളം പണം നമുക്ക് മറ്റു മേഖലകളിലെ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 24 ഫെബ്രുവരി 2022 പുടിൻ ഉക്രൈനെ ആക്രമിച്ചതോടുകൂടി ആ അലിഖിത ധാരണ ലംഘിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം ജനുവരി 3, 2026 USA അതിൻ്റെ അയൽ രാജ്യമായ വെനിസ്വേലയിലെ നാഷണൽ ലീഡർ നിക്കോളാസ് മഡുറോയെ കീഴടക്കുകയും രാജ്യത്ത് തട്ടിക്കൊണ്ടുവരികയും ചെയ്തപ്പോഴും അതിന് ലംഘനമുണ്ടായി. ഈ ലംഘനങ്ങളെ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യുവാൻ യുണൈറ്റഡ് നേഷൻസിനോ മറ്റു രാഷ്ട്ര നേതാക്കൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. ബുദ്ധിപൂർവമായ തീരുമാനങ്ങളും അതേപോലെ തന്നെ ലോകവിഡ്ഢിത്തരങ്ങൾ ചെയ്യുവാൻ മനുഷ്യനെ സാധ്യമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്ക് ആവശ്യമാണ്. മനുഷ്യൻ ചെയ്തത് തന്നെയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ വിവേകത്തോടു കൂടി നാം ഓരോരുത്തരും നമ്മുടെ ഈ പുരോഗതിയും സമാധാനവും സന്തോഷവും വളർച്ചയും നിലനിർത്താൻ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുമാണ്.